രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. ഇതാ ശ്രദ്ധിക്കും. പുലിമുരുകന്റെ മകളായി അഭിനയിച്ച ബാലനടിയുടെ പേരെന്താണ്? എ. ബേബി ദുർഗ പ്രേംജിത്ത്, ബി. ബേബി പ്രാർത്ഥന പ്രേംജിത്ത്, സി. ബേബി കാർത്തിക പ്രേംജിത്ത്. 20 seconds. ഇത് PSC ക്വസ്റ്റ്യന് പോലെ ആയാലും ഞാൻ ശ്രീകുട്ടൻ സാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. ബേബി ദുർഗയാണെന്നോ? അതെ അതെ, ബേബി ദുർഗയാണെന്ന് തോന്നുന്നു. എ. ബേബി ദുർഗ. എടുത്തിട്ട് പോട്ടെ, എന്താ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോ നമുക്കൊരു പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും. ഞാനല്ല, പിന്നെ മണിക്കുട്ടന്റെ ഒരു പാട്ട്. ഞാനിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കല്ലേ. അയ്യോ സാർ, ശ്രമിക്കാം സാർ. കാരണം സാറിന്റെ മുമ്പിൽ, കാരണം പാട്ട് പാടുന്ന ഒരാളെ ശ്രോതാവായി കിട്ടുക എന്ന് പറയുന്നത്, ഈ ഷോ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു ലെജൻഡാണ് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ശ്രോതാവായിക്കൊണ്ടൊരു പാട്ട് പാടുക എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലോ. ഞാൻ ശ്രമിക്കാം. വെൺകാൽ കൊണ്ട് സിരിതീവിൽ കാൽ കൊണ്ട് നടമാടും നീതാൻ എന്ന അതിശയമേ, உலகில் ஏழல்ல அதிசயங்கள் வாய் பேசும் பூவேன் எட்டாவது அதிசயமே, மான்மிழை போலும் கண்கள் தேன் தரிக்கும் கன்னங்கள் பால் குடிக்கும் மதரங்கள் அதிசயமே, தங்கை கொண்ட வீரல்கள் அதிசயமே, மேகம் என்ற கிரீடம் அதிசயமே, அசையும் வளைவுகள் அதிசயமே, கல் தோண்டி மண் தோன்றி கரல் தோன்றும் முன்னாலே உண்டான காதல் அதிசயம். ஓ 16 வயதான பருவத்தில் எல்லோர்க்கும் படர்கின்ற காதல் அதிசயம், பூவுக்குள் ஒளிந்திருக்கும் கனி கூட்டம் அதிசயம், വർണ്ണത്ത് പൂച്ചിയുടമ്പിൽ ഓവിയങ്ങൾ അതിശയം. സൂപ്പർ സൂപ്പർ, ഇതൊരു അതിശയമാണ്. അതെ 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 അതെ, ഞാൻ ഭയങ്കര ഒരു AR റഹ്മാൻ ഫാനാണ് സാർ. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഇത് തന്നെയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ പാടി പാടി അങ്ങ് പാടിയെന്നേ ഉള്ളൂ. സുഹൃത്തി കറക്റ്റാണ്, പാടിയതെല്ലാം കറക്റ്റാണ്. താങ്ക് യു സാർ. അപ്പോൾ പറയാം നേടാം എന്ന ബിഗ് ഗെയിം ഷോയിൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്നത് എ. ബേബി ദുർഗ പ്രേംജിത്ത്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ വീണ്ടും സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഇത് അക്കൗണ്ടിൽ എത്തിച്ചേർത്തിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. മണിക്കുട്ടൻ ഇപ്പം മാരീഡ് അല്ലേ? ഇല്ല സാർ, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും കല്യാണം ഒത്തു വന്നിട്ടില്ല. ഞങ്ങളെല്ലാം അറിഞ്ഞ മാരീഡ് ആണെന്നാണല്ലോ. അനൂപ് എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികൾ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല 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 സാർ, അത് എന്നെ പറ്റി കിംവദന്തിയാണ്. കാരണം പുള്ളി കോവളത്തുകാരനാണ്, ഒരു തിരുവനന്തപുരത്തുകാരന്. ഞാൻ വെറുതെ പറഞ്ഞ, എനിക്കറിയാം. അല്ല, എന്താണ് അതിന്റെ ഒരു പുറകോട്ട് നിൽക്കുന്നത്? എന്താണ് ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന പോലെ എല്ലാവരെയും പോലെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് ഇപ്പോൾ രണ്ടുപേർക്കും ഒരു റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ആര് വിട്ടുപോയി ആര് വിട്ടുപോയില്ല അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു സമയപ്പോൾ അത് സക്സസ് ആയില്ല, അത് അതിൻ്റെ പാട്ടിന് പോയി. പിന്നെ അതിനുശേഷം കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ അത്ര മക്കളെ കുട്ടിയൊക്കെ ആയി. അപ്പം അതിനുശേഷം ഈ പറയുന്ന പോലെ ഞാൻ വിചാരിച്ച പോലെ ഒരു സക്സസ്, ഇപ്പോഴും സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് ഞാൻ എൻ്റെ സിനിമ ഇതിൽ. ഞാൻ ഫുള്ളി സിനിമയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിനിമയിൽ എന്തെങ്കിലും ഒന്നായിട്ട് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം. സ്ട്രഗ്ലിംഗ് സ്റ്റാറായ മണിക്കുട്ടൻ്റെ ഭാര്യ ആവുന്നതിനേക്കാൾ ഒരു സക്സസ് സ്റ്റാറായ മണിക്കുട്ടൻ്റെ ഭാര്യയായിട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ 15 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇപ്പോഴും സ്ട്രഗ്ലിംഗ് തന്നെയാണ്. പക്ഷെ അതൊരു സുഖമാണ് കേട്ടോ. അതെ സാർ, കാരണം കല്യാണം കഴിക്കാതെ ഇങ്ങനെ വളരെ ഫ്ലറിഞ്ച് നടക്കുന്ന ഒരു സംഭവം അല്ലേ? സുഖമാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം ഇതാ ശ്രദ്ധിക്കും. ഒരു വീഡിയോ ആണ്. ഓക്കെ. ഒരു രക്ഷയില്ലല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ചോദ്യം ഇതാണ്,
ഈ സീനിന് മുമ്പുള്ള സംഭാഷണം എന്താണ്? എ. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. ബി. നരഭോജികളായ വരയൻ പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തതാണ് മുരുകൻ. സി. ഇനി പേടിക്കേണ്ട മക്കളെ, വേട്ട തുടങ്ങിക്കഴിഞ്ഞു. അതെ സാർ, ഇത് ലാൽ സാറിൻ്റെ എൻട്രി കഴിഞ്ഞിട്ട് സിദ്ദിഖ് ലാൽ സാർ പറയുന്ന ഡയലോഗാണ്. ഇനി വേട്ട തുടങ്ങി മക്കളെ പേടിക്കേണ്ട. കാരണം ബാലയും ഓപ്ഷൻ സി അത് ലോക്ക് ചെയ്തേ. സി. ഇനി പേടിക്കേണ്ട മക്കളെ, വേട്ട തുടങ്ങിക്കഴിഞ്ഞു. അതാണ് പറഞ്ഞിരിക്കുന്ന മണിക്കുട്ടൻ പറഞ്ഞത്. ഞാൻ അതിനെ എടുത്തു വെച്ച് പൂട്ടി. ഓക്കെ, ഞാൻ ഈ സിനിമ കാണാൻ ഇപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ ഈ സീനെ കണ്ടിട്ട് ഇൻ്റർവ്യൂലായപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, അവൻ ഈ സിനിമ അവൻ്റെ അച്ഛനുമായിട്ട് കാണാൻ ചെന്നു. അപ്പോൾ അവൻ്റെ അച്ഛനും MG കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഈ ലാൽ സാറിൻ്റെ ബാച്ചിലായിരുന്നു. പുള്ളിക്ക് ഇപ്പം നടക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളി ഈ സിനിമ കണ്ടിട്ട് പറയാണ്, ഈ ഏജിലും ഏതൊരു യങ്സ്റ്റേഴ്സിനെയും ആർട്ടിസ്റ്റായിട്ടുള്ളവരെയും കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം ആക്ഷൻ സീൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മരത്തിൻ്റെ മുകളിലോട്ട് ഓടിച്ചാടി വരുന്ന സീന് ഏതാണ്ട് 23 വട്ടം ടേക്ക് എടുത്തു എന്നാണ് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പം അത്രയും പെർഫെക്ഷനായിട്ട് ഇന്നും ഒരു തുടക്കക്കാരനെ പോലെ ഓരോ ഷോട്ടും പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറാണ് ലാൽ സാർ. അതിൻ്റെ കാരണം കൂട്ടുകാരൻ അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നി. ഓ, അതെന്തോ വലിയൊരു ലെജൻഡാണ് അദ്ദേഹം എന്നുള്ളത്. അല്ല, പെർഫെക്ഷന് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. അതെ അതെ അതെ. സോ ഉത്തരം നൽകിയിരിക്കുന്നത് ഇനി പേടിക്കേണ്ട മക്കളെ, വേട്ട തുടങ്ങിക്കഴിഞ്ഞു. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ ഇതാ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ പറയാവുന്ന ഡാമിന്റെ ഒരു ഇത്. അപ്പൊ ഇനി ഒരു ചെറിയൊരു കുസൃതി ചോദ്യമാണ്. വെറുതെ ഒരു തടിക്കട. എന്താണ് തടിക്കട? ഒരു മുതലാളി, ഒരു തൊഴിലാളി. മുതലാളി തൊഴിലാളി എടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ടടാ തടി? തൊഴിലാളി ഒരു ഉത്തരം പറഞ്ഞു. പറഞ്ഞ ഉടനെ കവാലക്കുട്ടി നോക്കി മുതലാളി ഒറ്റ കിടശിക്കുന്നൊരടി. എന്തായിരിക്കും നമ്മുടെ തൊഴിലാളി പറഞ്ഞത്? എങ്ങനെയുണ്ടാ തടി? ഓ, അത് തൊഴിലാളി പറഞ്ഞ തൊഴിലാളിയുടെ തടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. മരണത്തടി, ചാളത്തടി, പൊണ്ണത്തടി. പറയട്ടെ, പോടാ മുതലാളി. പോടാണെന്ന് മുതലാളി തെറ്റിദ്ധരിച്ചു. പോടാ മുതലാളി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, പോടാ മുതലാളി എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഒരൊറ്റ കീറ് വെച്ചു കൊടുത്തു. അതാണ് എന്റെ ഉത്തരം. അതാണ് സാറ് ബുദ്ധിപൂർവ്വം മൊയിലാളി തൊഴിലാളി എന്ന് പറഞ്ഞ.